മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല. എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത്. നാം വ്രതം എടുക്കുന്നു, നമ്മൾ കുടിക്കുന്നില്ല. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് ഈ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നത് ഇന്ന് ഇപ്പം BJPയുടെ ഈ പ്രവർത്തന രംഗത്ത് വളരെ ചുരുങ്ങിയ ആളേ ഉണ്ടാവും. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഇത്രയും സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കാൻ കഴിയുന്ന ആളുകൾ മലപ്പുറം ജില്ലയിലാണ്. ഇത് എനിക്ക് അനുഭവമുള്ളതാണ്. ഇത് നമ്മളെന്തെങ്കിലും ഒരു കെട്ടിച്ചമച്ച് പറയേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ല വികസന രംഗത്തും പിന്നെ നല്ല റോഡുകൾ അതിലും വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ആളുകൾ, നൂറുകണക്കിന് ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കന്മാർ എൻ്റെ സുഹൃത്തുക്കൾ. നമുക്കവരെ ആശ്രയിക്കാം, നമുക്കവരെ വിശ്വസിക്കാം. അപ്പോൾ ആ സത്യത്തിൽ അതാണ്. അല്ല, അങ്ങനെയല്ല. അത് അന്നത്തെ ഒരു ഇതങ്ങനെയായിരുന്നു. കാരണം അന്ന് ഒരു ഭയം ഉണ്ടായിരുന്നു. ആ ജില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാരണം അന്ന് അതിന് ഇടയാക്കുന്ന ചില സംഭവങ്ങളുണ്ടായിരുന്നു. ഈ നോമ്പ് കാലത്തൊക്കെ ചില തിയേറ്ററുകളൊക്കെ കത്തിച്ച സംഭവം ഒന്നുണ്ട് ആ ഒരു കാലത്തുണ്ടായിരുന്നു. അത് ആ ഒരു കാലം അങ്ങനെയാണ്. ആ കാലം കഴിഞ്ഞു. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ സംശയത്തോടു കൂടി നോക്കേണ്ട കാര്യം എന്താ? ഇപ്പം നമ്മൾ അയൽവാസികൾ അങ്ങോട്ട്, ഇത് ഉത്തരേന്ത്യയല്ല, തൊട്ടടുത്ത് മുസ്ലിം, ഇപ്പുറത്ത് ക്രിസ്ത്യാനി, നമ്മളിങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ്. പെരുന്നാൾ വരുമ്പോഴും ഓണം വരുമ്പോഴും പിന്നെ ക്രിസ്മസ് വരുമ്പോഴും ഒക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരള സമൂഹം. ആ കേരള സമൂഹത്തിൻ്റെ വ്യവസ്ഥ, ആ സുന്ദരമായ വ്യവസ്ഥ, അതിന് പോറലേൽപ്പിക്കുന്ന ഏത് സിദ്ധാന്തം ആര് കൊണ്ടുവന്നാലും കൊണ്ടുവന്നവർ പരാജയപ്പെടുകയേ ഉള്ളൂ.